നമസ്കാരം, KCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുടിശ്ശിക വരുത്തിയ വാട്ടർ അതോറിറ്റിയുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനുള്ള നടപടി മെയ് 31 വരെ നിർത്തിവെക്കാൻ നിർദ്ദേശം. തീരുമാനമായത് KCN വാർത്തയെ തുടർന്ന് വകുപ്പ് തലത്തിൽ നടന്ന ചർച്ചയിൽ. കേരളത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയത് പ്രവാസികളാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പ്രവാസി നിക്ഷേപം സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ സ്വാധീനം ചെലുത്തിയെന്നും ഉമ്മൻചാണ്ടി. ദേശീയപാതാ വികസനം. നീലേശ്വരം പള്ളിക്കര പാലാരക്കീഴിൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിന്റെ പകുതി ഭാഗം നഷ്ടപ്പെടുമെന്ന് ആശങ്ക. ക്ഷേത്രം സംരക്ഷിക്കാൻ പുതിയ നിർദ്ദേശങ്ങളുമായി ക്ഷേത്ര ഭരണസമിതി രംഗത്ത്. ബാലപീഡനങ്ങളുടെ കാലത്ത് ഗ്രാമങ്ങളിൽ മദ്യം സുലഭമാക്കുന്നത് എതിർക്കണമെന്ന് ഉമ്മൻചാണ്ടി. കുളിക്കുന്ന് മദ്യഷാപ്പ് വിരുദ്ധ സമിതിയുടെ അനിശ്ചിതകാല രാപ്പകൽ സമരത്തിന് ഉമ്മൻചാണ്ടിയുടെ ഐക്യദാർഢ്യം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സ്വീകരിക്കുന്ന തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരെ DKTF. പെൻഷൻ വർധനവ്, വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളികൾ കാസർഗോഡ് ഒപ്പുമര ചുവട്ടിൽ ധർണ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കുടിശ്ശിക വന്നതിനെ തുടർന്ന് വാട്ടർ അതോറിറ്റിയുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനുള്ള നടപടി മെയ് 31 വരെ നിർത്തിവെക്കാൻ നിർദ്ദേശം. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പശ്ചാത്തലത്തിൽ വൈദ്യുതി വകുപ്പ് കടുത്ത നടപടികൾ കൈക്കൊള്ളുന്നത് ജനങ്ങളുടെ ദുരിതം ഇരട്ടിയാക്കുമെന്ന KCN വാർത്തയെ തുടർന്ന് വകുപ്പ് തലത്തിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. കാസർഗോഡ് സർക്കിളിൽ മാത്രം 33 കോടിയോളം രൂപ വാട്ടർ അതോറിറ്റി കുടിശ്ശിക വരുത്തിയതിനെ തുടർന്ന് മാർച്ച് ആദ്യവാരം തന്നെ വാട്ടർ അതോറിറ്റിയുടെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കാൻ അധികൃതർ നടപടികൾ ആരംഭിച്ചിരുന്നു. 2008-2009 വർഷം മുതൽ 2016-17 വരെയുള്ള കാലഘട്ടത്തിലെ ഏതാണ്ട് 33 കോടിയോളം രൂപയുടെ കുടിശ്ശിക അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് വൈദ്യുത വകുപ്പ് വാട്ടർ അതോറിറ്റിക്ക് നോട്ടീസ് നൽകിയിരുന്നു. നോട്ടീസ് പ്രകാരമുള്ള കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് വൈദ്യുത ബന്ധം വിച്ഛേദിക്കാനുള്ള ഔദ്യോഗിക അറിയിപ്പ് കാസർഗോഡ് ജില്ലാ വൈദ്യുത വകുപ്പ് അധികൃതർക്ക് ലഭിച്ചത്. സമാനതകളില്ലാത്ത വരൾച്ചയും കുടിവെള്ളക്ഷാമവും നേരിടുന്ന പശ്ചാത്തലത്തിൽ കുടിവെള്ളം മുടങ്ങാനിടയാക്കുന്ന ഇത്തരമൊരു കടുത്ത നടപടി ജനങ്ങളെ ദുരിതത്തിലാക്കുമെന്ന് KCN റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് രണ്ട് വകുപ്പുകളിലെ അധികൃതർ തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് മെയ് 31 വരെ നടപടികൾ നിർത്തിവെക്കാൻ തീരുമാനമായത്. ഉത്തരവിന്റെ പകർപ്പ് കാസർഗോഡ് സെക്ഷൻ ഓഫീസിന് ലഭിച്ചതായി KSEB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ S. മോസസ് രാജകുമാർ KCN ന്യൂസിനോട് പറഞ്ഞു. കേരളം ഒട്ടാകെ ഉള്ള വരൾച്ച പ്രമാണിച്ച് ഒരുപാട് വെള്ളത്തിൻ്റെ ദുരിതം അനുഭവിക്കുന്നതും കൊണ്ട് സർക്കാരിൻ്റെ നിർദ്ദേശം KSEBക്ക് തൽക്കാലം ഇതിൻ്റെ നടപടിക്രമമായിട്ട് മുന്നോട്ട് പോകുന്നത് ഒരുപാട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കും എന്ന് മനസ്സിലാക്കി സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മെയ് 31 വരെ തൽക്കാലം ഈ എന്താ പറഞ്ഞാൽ കുടിശ്ശിക വാട്ടർ അതോറിറ്റി കുടിശ്ശിക ഉണ്ടായിട്ട് പോലും തൽക്കാലം അത് വേണ്ട എന്ന് സർക്കാരിൻ്റെ നിർദ്ദേശം ബോർഡ് അനുസരിച്ച് ഞങ്ങളുടെ അധികാരികൾക്ക് KSEB നിർദ്ദേശം തരികയുണ്ടായി. കടുത്ത വരൾച്ചയിൽ കുടിവെള്ളക്ഷാമവും കൊടുംചൂടും പേറുന്ന കാസർഗോഡ് നഗരത്തിൽ വെള്ളവും വെളിച്ചവും പ്രാണനെ പോലെ വിലപ്പെട്ടതാണ്. ഭാരിച്ച തുക കുടിശ്ശിക വന്നതിൽ വാട്ടർ അതോറിറ്റിക്ക് എവിടെയാണ് പോരായ്മ സംഭവിച്ചത്? സംസ്ഥാന സർക്കാരിന്റെ രണ്ട് വകുപ്പുകളും ക്രിയാത്മകമായ നടപടികൾ സ്വീകരിച്ച് മാതൃകാപരമായ പരിഹാരം കണ്ടെത്താൻ തയ്യാറാകണം. അല്ലാത്തപക്ഷം മെയ് 31 ശേഷം ഇനിയെന്ത് എന്ന ചോദ്യം കുടിവെള്ളം ആശ്രയിക്കുന്ന പൊതുജനങ്ങളെ ആശങ്കയിലാഴ്ത്തും. ന്യൂസ് ഡെസ്ക് KCN. കേരളത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയിട്ടുള്ളത് പ്രവാസികളാണെന്നും പ്രവാസി നിക്ഷേപം സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ സ്വാധീനം ചെലുത്തിയെന്നും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കാസർഗോഡ് സംഘടിപ്പിച്ച കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ജില്ലാതല നേതൃസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് PV ഹസൈനാർ നഗറിൽ കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസിന്റെ സംസ്ഥാനതല മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനവും ജില്ലാതല നേതൃസംഗമവും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. കേരളത്തിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ളവരാണ് പ്രവാസികളെന്നും അവരുടെ നിക്ഷേപം നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന് പ്രവാസികളെ മറന്നുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഒരിക്കലും സാധിക്കില്ല. കേരളത്തിൻ്റെ എല്ലാ തലങ്ങളിലുള്ള വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും പുരോഗതിക്കും ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ളത്
പ്രവാസികൾ. അവരുടെ ഇൻവെസ്റ്റ്മെന്റ്, അവരുടെ വീട്ടിലേക്കുള്ള അവരുടെ വരുമാനം അയക്കൽ, ഇതൊക്കെ നമ്മുടെ സമ്പദ്ഘടനയിൽ ഒരു വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പക്ഷേ പ്രവാസികൾ കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള നേട്ടങ്ങളിൽ ഞാൻ ഇതല്ല വലുതായിട്ട് കാണണം. എല്ലാവരും ധരിച്ചിരിക്കുന്ന പ്രവാസികളുടെ സമ്പാദ്യം, അത് ചിലത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വരുന്നു, ചിലത് അവരുടെ വീടുകളിലേക്ക് അയക്കുന്ന അവരുടെ വരുമാനം, അവരുടെ കുടുംബം പോറ്റിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി വരുന്ന തുക, അതും ഒരു പ്രധാന ഘടകം തന്നെയാണ്. പരിപാടിയിൽ ഐസക് തോമസ് അധ്യക്ഷനായി. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ മുഖ്യപ്രഭാഷണം നടത്തി. NA നെല്ലിക്കുന്ന് MLA, P രാമകൃഷ്ണൻ, K നീലകണ്ഠൻ, P ഗംഗാധരൻ നായർ, KP കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയ വിവിധ നേതാക്കൾ പങ്കെടുത്തു. ദേശീയപാത വികസനം. നീലേശ്വരം പള്ളിക്കര പാലരക്കീഴിൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിന്റെ പകുതി ഭാഗം നഷ്ടപ്പെടുമെന്ന് ആശങ്ക. ക്ഷേത്രം സംരക്ഷിക്കാൻ പുതിയ നിർദ്ദേശങ്ങളുമായി ക്ഷേത്രം ഭരണസമിതി രംഗത്ത്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പള്ളിക്കര പാലരക്കീഴിൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിന്റെ പകുതിയോളം ഭാഗം നഷ്ടപ്പെടുമെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ. ദേശീയപാത വികസനത്തിന്റെ ആദ്യഘട്ടത്തിൽ ക്ഷേത്രം ഭരണസമിതി പങ്കുവച്ച ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് അന്ന് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അറിയിച്ചിരുന്നു. എന്നാൽ ദേശീയപാത 6 വരിപ്പാതയാകുന്നതോടെ നിലവിലെ റോഡിന്റെ ഇരുഭാഗങ്ങളിലുമായി 21 മീറ്റർ വീതിയിലാണ് സ്ഥലം ഏറ്റെടുക്കുക. അങ്ങനെ വന്നാൽ ക്ഷേത്രത്തിന്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെടും. ഈ സാഹചര്യത്തിൽ പുതിയ പാതയുടെ രൂപരേഖയിൽ മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ എതിർവശത്ത് ആവശ്യമുള്ള സ്ഥലം ഉപയോഗപ്പെടുത്തുകയോ വേണം എന്നാണ് ക്ഷേത്രം ഭരണസമിതിയുടെ ആവശ്യം. 6 വരിപ്പാത വികസനത്തിന് ഞങ്ങളെതിരല്ല. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം 2006 ചെമ്പ് പതിച്ച് പുതുക്കി പണിത 2 ശ്രീകോവിലുകൾ, ഇവ ഇല്ലാതാക്കി പാത നിർമ്മിക്കുന്നതിനാണ് ഞങ്ങൾ എതിര്. ഇക്കാര്യം ഉന്നയിച്ച് ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും ഭരണസമിതി നിവേദനം നൽകിയിട്ടുണ്ട്. ഇത് പ്രായോഗികമാകുന്നില്ലെങ്കിൽ നിലവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിന്റെ പില്ലറുകൾ വടക്കുഭാഗത്തേക്ക് 3 എണ്ണമെങ്കിലും അധികമായി സ്ഥാപിച്ചാൽ ക്ഷേത്രവും ചെറു റോഡുകളും സംരക്ഷിക്കപ്പെടുമെന്നും ഭരണസമിതി പറയുന്നു. റോഡിൻ്റെ മറുവശത്ത് ആവശ്യമായ സ്ഥലം ഒഴിഞ്ഞു കിടപ്പുണ്ട്. അതും അല്ലെങ്കിൽ മേൽപ്പാലത്തിൻ്റെ പണി ഇതുവരെ തുടങ്ങിയിട്ടില്ല. മേൽപ്പാലത്തിന് 3-4 പില്ലറുകൾ അധികം ഉണ്ടാക്കിയാൽ ക്ഷേത്രത്തെ സംരക്ഷിക്കാനാവും. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ള. കണ്ണൂർ ജില്ലയിൽ പലയിടങ്ങളിലും ആരാധനാലയങ്ങൾക്ക് കേടുവരാത്ത വിധത്തിൽ രൂപരേഖയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ നിർദ്ദേശം ജില്ലാ കലക്ടറുടെ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. ഏതായാലും ക്ഷേത്രത്തിന് ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ഭരണസമിതി. ക്ഷേത്ര സംരക്ഷണത്തിനായി പ്രക്ഷോഭം ആരംഭിക്കാനും ഇവർ തയ്യാറെടുക്കുകയാണ്. ബാലപീഡനങ്ങളുടെ കാലത്ത് ഗ്രാമങ്ങളിൽ മദ്യം സുലഭമാക്കുന്നത് എതിർക്കണമെന്ന് ഉമ്മൻചാണ്ടി. കൂളിക്കുന്ന് മദ്യഷാപ്പ് വിരുദ്ധ സമിതി സംഘടിപ്പിച്ച അനിശ്ചിതകാല രാപ്പകൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരത്തിലെ മദ്യഷാപ്പ് കൂളിക്കുന്നിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനെതിരായി കൂളിക്കുന്ന് മദ്യഷാപ്പ് വിരുദ്ധ സമിതി സംഘടിപ്പിക്കുന്ന രാപ്പകൽ സമരവേദിയിലാണ് ഉമ്മൻചാണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. ഗ്രാമങ്ങളുടെ സ്വാഭാവിക ജീവിത രീതിയെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും സഞ്ചാര സ്വാതന്ത്ര്യത്തെയും ഭാവി തലമുറയെയും അപകടത്തിലാക്കുന്ന ഇത്തരം നീക്കങ്ങൾ ദൂരവ്യാപകമായ വിപത്തുകൾ സൃഷ്ടിക്കുമെന്നും ബാലപീഡനങ്ങളുടെ കാലത്ത് ഗ്രാമങ്ങളിലേക്ക് പോലും മദ്യം സുലഭമാക്കുന്നത് എതിർക്കപ്പെടേണ്ടതാണെന്നും സമരപ്പന്തൽ സന്ദർശിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു. ഓരോ വർഷവും 10% ബിവറേജസിന്റെ ഔട്ട്ലെറ്റ് കുറച്ചുകൊണ്ട് വരിക. കുറച്ച് 10 കൊല്ലം കൊണ്ട് എല്ലാ ഔട്ട്ലെറ്റ്സും കുറയ്ക്കത്തക്ക വിധത്തിലുള്ള പദ്ധതിയാണ് ഇടുന്നത്. അങ്ങനെ 2014-ലും 2015-ലും ഒക്ടോബർ 2-ാം തീയതി 10% വെച്ച് ബിവറേജസിന്റെ ഔട്ട്ലെറ്റുകൾ കുറച്ചു. രാപ്പകൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒപ്പുമരത്തിൽ അദ്ദേഹം ഒപ്പുചാർത്തി. ചടങ്ങിൽ DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, PK ഫൈസൽ, മുൻ മന്ത്രി CT അഹമ്മദ് അലി, ഹമീദ് മാങ്ങാട്, MG മുഹമ്മദ് കുഞ്ഞി, വാസു മാങ്ങാട് തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹം ചെമ്മനാട് പഞ്ചായത്ത് പൊയ്നാച്ചി പറമ്പ് 38-ാം ബൂത്തിലെ കോൺഗ്രസ് കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ കൊലപാതകം, പ്രതിയോഗികളെ തകർക്കാൻ ബോംബ് നിർമ്മാണം, ബോംബ് ഉപയോഗിക്കൽ, എന്തെല്ലാം സംഭവങ്ങൾ അധികാരത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്നു.
ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അവിടെയാണ് കോൺഗ്രസിന്റെ സമാധാന സമീപനത്തിന്റെ അംഗീകാരം ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ഗാന്ധിജിയുടെ അഹിംസ കോൺഗ്രസിന്റെ ആ മഹത്വം അതാണ്. BJP ഇന്ന് ഈ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഒരു വശത്ത്, മറുവശത്ത് BJP കോൺഗ്രസ്, അതില് മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും ഒരുപോലെ. അക്രമത്തിന്റെ കാര്യത്തിൽ രണ്ടുപേരും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. കൃഷ്ണൻ മുതിയേക്കാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, കരിച്ചേരി നാരായണൻ നായർ, ഉണ്ണികൃഷ്ണൻ പൊയ്നാച്ചി, സുകുമാരൻ ആലിങ്കാൽ, AK ശശിധരൻ, രാഘവൻ വലിയ വീട് തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സ്വീകരിക്കുന്ന തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരെ DKTF കാസർഗോഡ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്നും വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ഉടൻ വിതരണം ചെയ്യണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരെ ആരംഭിക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് DKTF കാസർഗോഡ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. പെൻഷൻ തുക 1000 രൂപയിൽ നിന്നും 3000 രൂപയാക്കുക, അധിവർഷ ആനുകൂല്യ കുടിശ്ശിക വിതരണം ചെയ്യുക തുടങ്ങി വിവിധ ആവശ്യങ്ങളുന്നയിച്ച് ഒപ്പുമര ചുവട്ടിൽ നടത്തിയ ധർണ DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. 3821 സ്ത്രീകൾക്കെതിരായി, അതുപോലെ തന്നെ കുട്ടികൾക്കെതിരായി, അതുപോലെ തന്നെ പ്രായം ചെന്നവർക്കെതിരായിട്ടുള്ള കേസുകൾ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തു എന്നതാണ് പ്രാഥമികമായി സർക്കാർ പുറത്തുവിട്ടത്. 131 കേസിൽ മാത്രം പ്രതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത അക്രമ സമരങ്ങൾ നടന്നിട്ട് പോലും 3700ഓളം കേസുകളിൽ വേണ്ടത്ര പുരോഗതി ആ കേസുകളിൽ പോലും ആവാത്ത ഒരു സാഹചര്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഖാൻ പൈക്ക അധ്യക്ഷനായി. A വാസുദേവൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. പരിപാടിയിൽ കരുൺ താപ്പ, അഡ്വക്കേറ്റ് A ഗോവിന്ദൻ നായർ, അഡ്വക്കേറ്റ് വിനോദ് കുമാർ, അഡ്വക്കേറ്റ് കരുണാകരൻ നായർ, K ഖാലിദ്, പുരുഷോത്തമൻ നായർ, G നാരായണൻ, കാസിം തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുവാനായി സന്ദേശയാത്ര സംഘടിപ്പിച്ചു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഹൊസങ്കടിയിൽ നടന്ന സന്ദേശയാത്രയുടെ ഭാഗമായി തെരുവു നാടകം അരങ്ങേറി. സന്ദേശയാത്രയ്ക്ക് കാഞ്ഞങ്ങാട്ട് സമാപനമായി. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഹൊസങ്കടിയിൽ നടന്ന സന്ദേശയാത്രയ്ക്ക് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും വൻ സ്വീകരണമാണ് ലഭിച്ചത്. സന്ദേശയാത്രയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ അസീസ് ഹാജി നേതൃത്വം നൽകി. ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ തെരുവു നാടകവും സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന ജാഥയിൽ ഫൈസൽ മച്ചമ്പാടി, ഹമീദ് ഹൊസങ്കടി, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന സന്ദേശയാത്രയ്ക്ക് കാഞ്ഞങ്ങാട്ട് സമാപനമായി. മിയാപദവ് കേരള മുസ്ലിം ജമാഅത്ത് SYS SSF മീഞ്ച ശാഖ താജുൽ ഉലമ സൗദം മാർച്ച് 18 ഉദ്ഘാടനം ചെയ്യും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സൗദം നാടിന് സമർപ്പിക്കും. മാർച്ച് 18 താജുൽ ഉലമ സൗദം റാലി സംഘടിപ്പിക്കുക. റാലി AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. ഫസൽ കോയ തങ്ങൾ അധ്യക്ഷത വഹിക്കുന്ന റാലിയിൽ ഇബ്രാഹിം പൂക്കുഞ്ഞി തങ്ങൾ, അലിക്കുഞ്ഞി ഉസ്താദ് എന്നിവർ സംബന്ധിക്കും. ചടങ്ങിൽ ഹുസൈൻ സഅദി KC റോഡ്, സുഫിയ സഖാവി മൂടവിദ്രി, കർണാടക ഭക്ഷ്യവകുപ്പ് മന്ത്രി UT ഖാദർ, ബായാർ തങ്ങൾ, അതാവുള്ള തങ്ങൾ, അബ്ദുൽ ഖാദർ മദനി തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. കേരള മുസ്ലിം ജമാഅത്ത് സുന്നി യുവജന സംഘം, സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ മിയപ്പദവ് താജുൽ ഉലമ സൗദം മാർച്ച് 18 സുൽത്താനുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ സയ്യിദ് ഇബ്രാഹിം പൂക്കുഞ്ഞി തങ്ങൾ കല്ലകെട്ട പ്രാർത്ഥന നടത്തും. സയ്യിദ് ഫസൽ കോയമത്തങ്ങൾ
അധ്യക്ഷതയിൽ സമസ്ത ഉപാധ്യക്ഷൻ താജുശ്ശേരിയ അലിക്കുഞ്ഞ് ഉസ്താദ് ഉദ്ഘാടനം ചെയ്യും. മഞ്ചേശ്വരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി പൊസോട്ട്, ആഷിഖ് സഖാഫി, അനീസ് മന്നിപ്പാടി, മുക്രി ബഷീർ, അഹമ്മദ് മദനി മിയാപദവ്, അബ്ബാസ് കുളവയൽ, ഹൈദർ സഖാഫി കുഞ്ചത്തൂർ എന്നിവർ സംബന്ധിച്ചു. കാഞ്ഞങ്ങാട് നഗരം കത്തിപ്പടർന്നേക്കാവുന്ന ദുരന്തത്തെ ഇല്ലാതാക്കിയ കോട്ടച്ചേരി പെട്രോൾ പമ്പിലെ സെക്യൂരിറ്റിക്കാരൻ മൈക്കിളിന് അഭിനന്ദനങ്ങളുടെ പ്രവാഹം. കാഞ്ഞങ്ങാട് പൗരാവലിയുടെ നേതൃത്വത്തിൽ പെട്രോൾ പമ്പിന് സമീപത്ത് മൈക്കിളിനെ ആദരിച്ചു. ചൊവ്വാഴ്ച പെട്രോൾ ബങ്കിലെ ഓഫീസ് ക്യാബിനകത്ത് തീ പടർന്നപ്പോഴാണ് മൈക്കിൾ നാടിന് രക്ഷകനായത്. ഈ ക്യാബിൻ തുറന്ന് തീയണയ്ക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അഗ്നിസ്ഫോടനങ്ങൾ പെട്രോൾ പമ്പിലേക്ക് പടർന്ന് കാഞ്ഞങ്ങാട് നഗരം അഗ്നിക്കിരയാകുമായിരുന്നു. ഇവിടെ ഇന്ധന ടാങ്ക് 2 എണ്ണമുണ്ട്. അതിലേക്ക് തീസ്ഫോടനങ്ങൾ പതിച്ചാൽ പിന്നീട് കാണേണ്ടി വരിക കത്തിയെരിയുന്ന കാഞ്ഞങ്ങാട് പട്ടണത്തെയായിരിക്കും. തീയും പുകയും ക്യാബിനകത്ത് ഉയർന്നത് കണ്ട മൈക്കിൾ പെട്രോൾ ബങ്ക് ജീവനക്കാരെയും അഗ്നിശമന സേനയെയും വിവരമറിയിക്കുകയായിരുന്നു. അഗ്നിരക്ഷാസേനയെത്തി ശാസ്ത്രീയമായ രീതിയിൽ തീ അണയ്ക്കുകയായിരുന്നു. പത്രമാധ്യമങ്ങളിൽ ഇടം നേടിയ തമിഴ്നാടുകാരനായ മൈക്കിളിനെ നേരിട്ടും ഫോണിലൂടെയും പലരും അഭിനന്ദിച്ചു. കാഞ്ഞങ്ങാട് പൗരാവലിയുടെ നേതൃത്വത്തിൽ മൈക്കിളിനെ ആദരിച്ചു. പെട്രോൾ പമ്പിന് സമീപത്ത് സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങ് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കാഞ്ഞങ്ങാട് ഈ പ്രദേശം ഒരുപക്ഷെ 2 ദിവസം മുമ്പ് സംഭവിക്കാവുന്ന ഒരു അപകടം ഒഴിവായി കിട്ടിയില്ലെങ്കിൽ ഇന്ന് ഈ കോട്ടച്ചേരി പെട്രോൾ പമ്പും പരിസര പ്രദേശമൊന്നും ചിലപ്പോൾ നാമാവിശേഷമാവുമായിരുന്നു. ആ അപകടത്തെ തടഞ്ഞു നിർത്താൻ സാധിച്ചത് നമ്മുടെ മൈക്കിളണ്ണൻ്റെ അവസരോചിതമായ സ്വന്തം ജീവൻ പോലും നോക്കാതെ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ് നമുക്ക് ഇന്നിവിടെ ഇതേപോലെ ഇരിക്കാനും നമ്മുടെ കാഞ്ഞങ്ങാടിനെ സംരക്ഷിക്കാനും സാധിച്ചിരിക്കുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗംഗാ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഹോസ്ദുർഗ് സർക്കിൾ ഇൻസ്പെക്ടർ CK സുനിൽകുമാർ, ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ CP രാജേഷ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് K ബാബു, രതീഷ്, ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രിയ സാഹിത്യകാരന്റെ കഥാപാത്രങ്ങൾക്ക് ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ ഒരുങ്ങി. പൊള്ളപ്പൊയിൽ ബാലകൈരളി ഗ്രന്ഥാലയത്തിലാണ് MTയുടെ 2ാമൂഴത്തിലെ കഥാപാത്രങ്ങൾക്ക് ശില്പമൊരുക്കിയത്. പൊള്ളപ്പൊയിൽ ബാലകൈരളി ഗ്രന്ഥാലയം വജ്രജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് MTയുടെ 2ാമൂഴത്തിലെ കഥാപാത്രങ്ങളുടെ ശില്പങ്ങൾ ഒരുക്കിയത്. ഗ്രന്ഥശാലയ്ക്ക് ലഭിച്ച EMS പുരസ്കാര വിതരണത്തിന് MT എത്തിയപ്പോൾ ശില്പി സുരേന്ദ്രൻ കൂക്കാന നിർമ്മിച്ച ശില്പത്തിനൊപ്പമാണ് 2ാമൂഴം കഥാപാത്രങ്ങളും തയ്യാറാക്കിയത്. അന്ന് ശില്പങ്ങൾ പ്രകാശനം ചെയ്തതും MT തന്നെ. 2ാമൂഴത്തിലെ ഭീമൻ, ദ്രൗപദി, അർജുനൻ തുടങ്ങിയ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തിയാണ് ശില്പം തയ്യാറാക്കിയത്. 4 മീറ്റർ വീതിയിലും 3 മീറ്റർ നീളത്തിൽ സിമൻറ്റും ചെങ്കല്ലും കൊണ്ടാണ് മനോഹര ശില്പം പൂർത്തിയാക്കിയത്. ഗ്രന്ഥാലയത്തിൻ്റെ വജ്രജൂബിലി ആഘോഷത്തിൻ്റെ ഉദ്ഘാടനം 18-ന് വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് നിർവഹിക്കും. അനുബന്ധമായി 17-ന് സിവിക് കൊടക്കാട് സ്മാരക പുരസ്കാര വിതരണവും നടക്കും. സത്യസായി സേവ ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ യുവജനങ്ങൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് സ്കോളർ കോളേജിൽ വെച്ചായിരുന്നു ക്ലാസ് സംഘടിപ്പിച്ചത്. സത്യസായി സേവ ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിലാണ് യുവജനങ്ങൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. സ്കോളർ കോളേജിൽ വെച്ചായിരുന്നു ക്ലാസ് സംഘടിപ്പിച്ചത്. മാവുങ്കാൽ കോൺഗ്രസ് കണ്ണാശുപത്രി PRO രാധാകൃഷ്ണൻ ക്ലാസ് കൈകാര്യം ചെയ്തു. നമ്മുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ വളരെ കാലം, അതായത് 10-30 വയസ്സ് അല്ലെങ്കിൽ ഒരു 40 വയസ്സ് വരെ ജീവിച്ച് ഇന്നും ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ചില യുവാക്കൾ നമ്മുടെ ചരിത്രത്തിലുണ്ട്. വിവേകാനന്ദൻ, ഭഗത് സിംഗ്, ഉത്തം സിംഗ്, അങ്ങനെ ഒരുപാട് യുവാക്കൾ. പക്ഷേ ഒരു നാട്ടിൻ്റെ നട്ടെല്ലായി മാറേണ്ട യുവാക്കളുടെ നട്ടലൊടിയുന്ന ഒരു സ്ഥിതിവിശേഷമാണെന്ന് കാണുന്നത്. സമൂഹം അഭിമുഖീകരിക്കുന്ന റിയാലിറ്റിയിൽ നിന്ന്, യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അത് ഫേസ് ചെയ്യാൻ പറ്റാതെ, അഭിമുഖീകരിക്കാൻ പറ്റാതെ പല രീതിയിലുള്ള മയക്കുമരുന്ന്, മദ്യം, മറ്റ് സംവിധാനങ്ങൾ മുതലായവയിലേക്ക് ഒളിഞ്ഞുകൂടുന്ന ഒരു 40-ഓ അതിൽ കൂടുതലോ ശതമാനം
യുവാക്കളും വിദ്യാർത്ഥികളുമാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് പ്രസ്താവനയും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പത്രങ്ങളുടെ വാർത്തയൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ വഴിതെറ്റി പോകുന്ന വിദ്യാർത്ഥികളെയും യുവാക്കളെയും അതിൽ നിന്ന് ഒരു പരിധിവരെയെങ്കിലും നേർവഴിക്ക് കൊണ്ടുവരാനുള്ള ഒരു ക്ലാസ്സാണ് ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത്. സ്കോളർ കോളേജ് MD വിജയൻ മാസ്റ്റർ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ ദാമോദരൻ മാസ്റ്റർ, സത്യസായി സർവീസ് കോർഡിനേറ്റർ അരവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. യാത്രക്കാർക്ക് വിശ്രമിക്കാൻ സൗകര്യമൊരുക്കി ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ ലയൺസ് ക്ലബിന്റെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയാറ കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ CAK ശിവപ്രസാദ് മുഖ്യാതിഥിയായി. ലയൺസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VV രവീന്ദ്രൻ അധ്യക്ഷനായി. KN നാരായണൻ, TV പ്രഭാകരൻ, PK ശ്രീധരൻ, KV പ്രമോദ് എന്നിവർ സംസാരിച്ചു. ഏതാണ്ട് 1 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തകർ അകമഴിഞ്ഞ് സഹായിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ ബസ് ഷെൽട്ടർ യാത്രക്കാർക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അതിന്റെ നേതൃത്വത്തെ അതുപോലെ തന്നെ അതിന്റെ ഭാരവാഹികളെ അതിന്റെ അംഗങ്ങളെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് ഏറ്റവും നല്ല ഗ്രാമപഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുടിശ്ശിക വരുത്തിയ വാട്ടർ അതോറിറ്റിയുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനുള്ള നടപടി മെയ് 31 വരെ നിർത്തിവെക്കാൻ നിർദ്ദേശം. തീരുമാനമായത് KCN വാർത്തയെ തുടർന്ന് വകുപ്പ് തലത്തിൽ നടന്ന ചർച്ചയിൽ. കേരളത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയത് പ്രവാസികളാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പ്രവാസി നിക്ഷേപം സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ സ്വാധീനം ചെലുത്തിയെന്നും ഉമ്മൻചാണ്ടി. ദേശീയപാതാ വികസനം. നീലേശ്വരം പള്ളിക്കര പാലാരക്കീഴിൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിന്റെ പകുതി ഭാഗം നഷ്ടപ്പെടുമെന്ന് ആശങ്ക. ക്ഷേത്രം സംരക്ഷിക്കാൻ പുതിയ നിർദ്ദേശങ്ങളുമായി ക്ഷേത്ര ഭരണസമിതി രംഗത്ത്. ബാലപീഡനങ്ങളുടെ കാലത്ത് ഗ്രാമങ്ങളിൽ മദ്യം സുലഭമാക്കുന്നത് എതിർക്കണമെന്ന് ഉമ്മൻചാണ്ടി. കുളിക്കുന്ന് മദ്യഷാപ്പ് വിരുദ്ധ സമിതിയുടെ അനിശ്ചിതകാല രാപ്പകൽ സമരത്തിന് ഉമ്മൻചാണ്ടിയുടെ ഐക്യദാർഢ്യം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സ്വീകരിക്കുന്ന തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരെ DKTF. പെൻഷൻ വർധനവ്, വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളികൾ കാസർഗോഡ് ഒപ്പുമര ചുവട്ടിൽ ധർണ സംഘടിപ്പിച്ചു. വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.